Hi all, this is Shamas, your faculty for Cost Accounting at Xylem CMA. കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന കോഴ്സിലുള്ള കോസ്റ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. കോസ്റ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾ പ്ലസ് ടുവിലും ഡിഗ്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് CMAയിൽ കോസ്റ്റിങ്ങിനെ കുറിച്ചുള്ളത്. CMA എന്ന് പറയുന്ന കോഴ്സിൻ്റെ ഫുൾ ഫോം തന്നെ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസി എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കോസ്റ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന്. 3 സെക്ഷൻസ് ആയിട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ സിലബസ് ക്രമീകരിച്ചിരിക്കുന്നത്. സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി. സെക്ഷൻ എയിൽ കോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളും, സെക്ഷൻ ബിയിൽ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നൊരു ഭാഗവും, സെക്ഷൻ സിയിൽ കോസ്റ്റ് അക്കൗണ്ടിങ് ടെക്നിക്സിനെ കുറിച്ചുള്ള ഭാഗങ്ങളുമാണുള്ളത്. ഈ പേപ്പർ ഒരു പ്രോബ്ലം പേപ്പറാണ്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ കൺസെപ്ച്വൽ ക്ലാരിറ്റി വേണ്ട ഒരു പേപ്പറും കൂടിയാണ്. തിയറി പഠിക്കുന്നത് പോലുള്ള ഒരു അപ്രോച്ച് അല്ല പൊതുവിൽ പ്രോബ്ലം പേപ്പർ പഠിക്കുമ്പോൾ സ്വീകരിക്കേണ്ടത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ നിരന്തരമായ വർക്കൗട്ടുകളും നിരന്തരമായി മെറ്റീരിയലുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പുറമേ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഒരുപാട് തവണ വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ വരയിടേണ്ട ആവശ്യമില്ല. ക്ലാസ് റൂമിൽ നിന്ന് തന്നെ നിരന്തരം പ്രോബ്ലംസ് ചെയ്തുകൊണ്ടേയിരിക്കുകയും റിവിഷൻസ് കണ്ടക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യും. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങൾ വീട്ടിൽ പോയിട്ടായാലും ഹോസ്റ്റലിൽ പോയിട്ടായാലും നിരന്തരമായി പ്രോബ്ലംസ് ചെയ്തുകൊണ്ടേയിരിക്കുക. പുറത്തു നിന്നുള്ള മെറ്റീരിയൽസിനുള്ള റെഫറൻസ് എടുത്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ തന്നെ മെറ്റീരിയലുള്ള പ്രോബ്ലംസ് പരമാവധി എൻ്റെ അഭിപ്രായത്തിൽ ഒരു 5-10 തവണയെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്നുള്ളതാണ് പല കുട്ടികളുടെയും പ്രോബ്ലം. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ കുട്ടികൾ വന്ന് പറയും, സാർ എനിക്ക് ആ ക്വസ്റ്റ്യൻ തുടങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇന്ന ക്വസ്റ്റ്യൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, നിരന്തരം പ്രോബ്ലം ചെയ്യുക എന്നുള്ളതാണ്. ലോജിക്കലി അപ്ലൈ ചെയ്യാൻ നമ്മൾക്കൊരു കാര്യം ലോജിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിരന്തരം ചെയ്യുക എന്നുള്ളത് മാത്രമേ ഓപ്ഷനുള്ളൂ. പല കുട്ടികളും ക്ലാസ്സുകളിൽ ചെയ്യുന്നൊരു കാര്യമുണ്ട്, പ്രോബ്ലം പേപ്പർ നോക്കി പഠിക്കും. പ്രോബ്ലം പേപ്പർ നോക്കി പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എക്സാമിന് നോക്കിയിട്ട് വരാം. ചെയ്ത് പഠിക്കുക എന്നുള്ളതാണെങ്കിൽ എക്സാമിന് ചെയ്തിട്ട് വരാം. ഇതൊരു ആപ്തവാക്യമാണ്. കോസ്റ്റിങ്ങിൻ്റെ ആയിക്കഴിഞ്ഞാലും CMAയിലുള്ള മറ്റ് പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ ആയിക്കഴിഞ്ഞാലും ഈ ഒരു ആപ്തവാക്യം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ എക്സാമിന് നിങ്ങൾ പ്രോബ്ലം നോക്കി പഠിക്കുകയാണെങ്കിൽ നോക്കിയിട്ട് വരാം, എക്സാമിന് ഒരു മാർക്കും കിട്ടില്ല. ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ചെയ്തിട്ട് വരാം. അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ജസ്റ്റ് എക്സാം ഓറിയൻറ്റഡ് ആയി പഠിച്ച് ഇവിടെ ഉപേക്ഷിക്കേണ്ടി വരുന്നൊരു പേപ്പറല്ല. നിങ്ങളൊരു കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആയി കരിയർ ബിൽഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ കരിയർ തുടങ്ങുന്ന സമയത്തോ നിങ്ങളുടെ കരിയറിലുടനീളം ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു സർവീസ് ഇൻഡസ്ട്രിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ എല്ലായിടത്തും കോസ്റ്റിംഗ് അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കോസ്റ്റിങ്ങിനെ കുറിച്ചുള്ള ബ്രീഫായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ബാക്കി നമുക്ക് ക്ലാസ് റൂമിൽ ഒരുമിച്ച് പഠിക്കാം. അതുപോലെ തന്നെ ക്ലാസ് റൂമിൽ ഒരുമിച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ക്രാക്ക് ചെയ്യാം.